ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റമാണ് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഞാനൊരു വീഡിയോ ചെയ്തതാണ്, പക്ഷേങ്കിൽ ഇതെങ്ങനെയാണെന്ന് അറിയേണ്ടത് അറിഞ്ഞോ അറിയാതെ ഈ വീഡിയോ പിന്നെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി വീണ്ടും ചെയ്യേണ്ടി വരുവാണ്. ഓക്കെ, ലെറ്റ്സ് സീ അബൌട്ട് ദറ്റ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. തൽക്കാലത്തേക്ക് എന്താണ് ആ ഡെഫിനിഷനെ ഓർക്കണമെന്നില്ല. ഇതിലിപ്പോൾ എന്താ പറയേണ്ടത്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ. ഇതിപ്പോൾ ഒരു ഡോഗ്, ഇത് ആക്ച്വലി ഡോഗ് പോലും തോന്നുന്നുണ്ടാവില്ല, പക്ഷേങ്കിൽ ഒരു ഡോഗാണെന്ന് വിചാരിക്കുക. ഒരു മീനെ പോലെ ഉണ്ടല്ലേ, ഒരു ഡോഗാണെന്ന് വിചാരിക്കുക. ഡോഗ് ഇങ്ങനെ എന്താണ് ഉറങ്ങുവാണ്, നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങുവാണ്. അന്നേരം കാണാം നമ്മൾ എന്ത് വന്ന് നമ്മൾ ഈ ക്യാറ്റ് ഈ ഡോഗിൻ്റെ അടുത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയുന്നത് ഡോഗും ക്യാറ്റും തമ്മിൽ എനിമീസാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡോഗ് ഉറക്കത്ത് എണീറ്റിട്ട് എന്ത് ചെയ്യും, ഈ ക്യാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ ഒരു ക്യാറ്റ് അവിടെ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഈ ക്യാറ്റ് വന്നുകൊണ്ടല്ലേ ഈ ഡോഗിന് അതിനെ അറ്റാക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ ഇത് ക്യാറ്റ് ഇല്ല എന്നങ്ങ് വിചാരിക്കും, ക്യാറ്റ് വരുന്നേ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഡോഗ് എങ്ങനെയാണോ ഉറങ്ങിയിരുന്നത് അതേപോലെ തന്നെ പിന്നെയും വീണ്ടും സ്ലീപ്പ് കണ്ടിന്യൂ ചെയ്യും. ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്റ്റിൽ നടക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറയുന്ന മോളിക്യൂൾ, ഇതിപ്പോൾ എന്താണ് ഒരു ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഐ മീൻ ഇറ്റ് ഇസ് നൗ സ്റ്റേബിൾ. CH2 സ്റ്റേബിളായിട്ടാണ് ഉള്ളത്. ഇതിലിപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ പഠിച്ചത്, സിംഗിൾ ബോണ്ട് ആകുമ്പോൾ അതൊരു സിഗ്മയാണ്. ഈ ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് ഒരു സിഗ്മ ഒരു പൈ. ഈ ട്രിപ്പിൾ ബോണ്ട് വരുന്ന സമയത്ത് അതിൽ ഒന്ന് സിഗ്മ ആയിരിക്കും, ബാക്കി രണ്ടും പൈ ആയിരിക്കും. അങ്ങനെ അപ്പോൾ എന്താണ് ഇതിപ്പോൾ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു പൈ ബോണ്ട് ഉണ്ട്. നമ്മളിത് പഠിച്ചത് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഇപ്പോൾ വെറുതെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയില്ല. പക്ഷേ എന്ത് ചെയ്ത് അറ്റാക്കിംഗ് റിയേജൻറ്റ് കയറി വന്നത്. അറ്റാക്കിംഗ് റിയേജൻറ്റ് ഇവിടെ ആരാ, H+. നമ്മളിപ്പം പൂച്ചേനെ പോലെ, ഇതിപ്പം ഡോഗും ഇതിപ്പം ക്യാറ്റ് പോലെയാണ്. ഈ ക്യാറ്റ് ഇവിടെ വന്നുകൊണ്ട് ഈ ഡോഗിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ത് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഇയാൾ ഈ പൈ ഇലക്ട്രോണ് എന്താ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. എന്താണ് അതായത് കംപ്ലീറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺസും ഒന്നിലേക്ക് മാറിച്ചാടി. അപ്പോൾ എന്ത് ചെയ്ത് ഇവിടെ ഇപ്പോൾ സിംഗിൾ ബോണ്ടായി. പിന്നെ ഇവിടുത്തെ ഈ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ നോൾ പോസിറ്റീവ് ചാർജ് വന്നു. എന്തുകൊണ്ട് ഇവിടെ ഈ എന്താണ് രണ്ട് ഇലക്ട്രോണ് ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, ഈ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഓഫ് പെയർ ഓഫ് ഇലക്ട്രോൺ കോസസ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു. അതേപോലെ ഗെയിൻ ഓഫ് 2 ഇലക്ട്രോൺ, ഇതിനിപ്പോൾ എന്ത് ചെയ്ത് 2 ഇലക്ട്രോൺ എക്സ്ട്രേറ്റ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്ത് ഇയാളെ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് വന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനിയിപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റില്ല, ഇനിയിപ്പോൾ H+നെ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ്. ഇതിങ്ങനെ H+നെ അറ്റാക്ക് ചെയ്യാൻ പോവുക. ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ H+, എന്തായാലും പ്ലസും ഒരിക്കലും അട്രാക്റ്റീവ് ഇല്ലല്ലോ. നമ്മൾ പഠിച്ചത് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യുന്നല്ലോ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എവിടെ കയറി വരും, ഈ കാർബണിനോട് കയറി വരും. അപ്പോൾ ഇവിടെ CH2+ ഉണ്ട്, പിന്നെ ഈ പ്ലസും മൈനസും കൂടി ന്യൂട്രലൈസ് ആയി ഇവിടെ CH3 ആയിട്ട് മാറി. ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, എന്താണ് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഡെഫിനേഷൻ ഒന്നും കൂടി വായിക്കുക. കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ്, ഇവിടെ ഉണ്ട് അവിടെ പോയി, ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ്. ഈ ഓൺലി എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. കാരണം ഇതില്ലെങ്കിൽ എന്തില്ല, ഈ റിയാക്ഷൻ നടക്കൂല, ഐ മീൻ ഈ എഫക്റ്റ് നടക്കൂല. സോ ഓൺലി ഇസ് ദ ഇമ്പോർട്ടൻറ്റ് വേർഡ് ഹിയർ. ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഇതുണ്ടെങ്കിൽ ഇതില്ലു, ഇതില്ലെങ്കിൽ ഇതില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് ഇത് രണ്ട് തരമുണ്ട്. ഈ പറയുന്ന നമ്മൾ +I -I എന്ന് പഠിച്ച പോലെ ഇതിൽ എന്തുണ്ട്, രണ്ട് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് +E എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു എന്താണ് മോളിക്യൂൾ എടുത്ത്, എന്താണ് നമ്മൾ ഇതന്നെ എക്സാമ്പിൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിനെ തന്നെ എടുത്ത് CH2 ഡബിൾ ബോണ്ട് CH2 എടുത്ത് ഞാനിതിനാ ഈ ഒന്നാമത്തെ ഈ കാർബൺ ഞാൻ കാർബൺ നമ്പർ 1 എന്നും ഈ രണ്ടാമത്തെ തന്നെ കാർബൺ നമ്പർ 2 എന്നും പറഞ്ഞിട്ട് കൊടുത്തു, എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഡോഗ് ഉറങ്ങുവാണ്, പൂച്ച വന്ന് ഈ ഡോഗിന് വെറുതെ എന്താ പറയുക മ്യാവ് എന്ന് പറഞ്ഞ് ഇടക്കാറാക്കി, ചങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇയാൾ എന്ത് ഇനി ഈ ക്യാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഫുൾ ഫോഴ്സിൽ. ഇപ്പോൾ എന്ന് പറയേണ്ടത് ഇപ്പോൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ, ഒരു സ്ഥലത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പ്ലസ് ചാർജ് വന്ന് ഇവിടെ മൈനസ് ചാർജ് വന്നു. ഇപ്പോഴും ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ തന്നെയാണ്. അപ്പോൾ എന്ത് സംഭവിച്ച് നെഗറ്റീവ് ചാർജിലേക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ കണ്ട പോലത്തെ തന്നെ സെയിം സാധനം അത് എന്ത് ചെയ്ത് ഇവിടത്തേക്ക് കാർബൺ കയറി വന്നു. എന്നിട്ട് ഇതെന്തായി മാറി CH2. ഇനി ഇത് ആക്ച്വലി ഡബിൾ ബോണ്ട് അല്ല, സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട്
എന്താണ് അല്ല ഓക്കെ അതവിടെ എഴുതണ്ടല്ലേ, അത് ആക്ച്വലി വേറെ എൻ്റെ ചെയ്ത എക്സാമ്പിൾ. ഇത് CH2 ഡബിൾ ബോണ്ട് CH2 ഇതിങ്ങോട്ടേക്ക്, ഇത് കാർബൺ നമ്പർ 1 കാർബൺ നമ്പർ 2. നമ്മൾ ഇവിടുത്തെ എൻ്റെ എക്സാമ്പിൾ ഇവിടെ എഴുതാം. CH2 പ്ലസ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് എന്നുള്ളത്, പിന്നെ ഇവിടെ CH എന്താണ് ഇവിടുത്തെ ഈ പ്ലസ് എന്താണ് മൈനസും കൂടി ന്യൂട്രലൈസ് ആയി ഹൈഡ്രജൻ കീരി അറ്റാച്ച് ചെയ്ത് ഇതായി. അപ്പോൾ ഇതിനെന്തുകൊണ്ടാണ് പ്ലസ് എന്ന് വരാൻ കാരണം? നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഇത് നമ്മൾ ഈ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ പറയുന്ന ബോണ്ട് ചാടൽ, ബോണ്ട് എങ്ങോട്ടേക്കാണോ ചാടുന്നത് ആ നെഗറ്റീവ് ചാർജ് എങ്ങോട്ടേക്കാണ് വരുന്നത്, അതിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇതൊന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തപ്പോൾ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് ഈ എഫക്റ്റ് നടന്നിരിക്കുന്നത്. സോ വി സേ ദാറ്റ് ഇൻ ദ സെക്കൻഡ് കാർബൺ എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഇസ് ഇൻഡ്യൂസ്ഡ്, അല്ലെങ്കിൽ അവിടെയാണ് നടന്നിരിക്കുന്നത്. നമ്മളെ അറ്റാക്കിങ് റിയേജൻ്റ് ആയിട്ടില്ല ഹൈഡ്രജൻ, അതിപ്പോൾ H+ ആവാം, ഇപ്പം പോസിറ്റീവായിട്ടുള്ള ഏതൊരു സംഭവമായാലും ആ പറയുന്ന പോസിറ്റീവ് നെഗറ്റീവും തമ്മിലാണല്ലോ എപ്പോഴും അട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ എഫക്റ്റ് നടന്ന സ്ഥലത്തേക്ക് തന്നെയാണ്, ഈ പറയുന്ന എവിടെയാണ് നെഗറ്റീവ് ചാർജ് വന്നത് ആ പറയുന്ന സ്ഥലത്തേക്കിനെ നമ്മൾ അറ്റാക്കിങ് റിയേജൻറ്റ് വന്നത്. സോ വി സേ ദ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഹാപ്പൻഡ് on one carbon and the attacking reagent attaches to that same carbon, same position of carbon atom. സെക്കൻഡ് പൊസിഷനിൽ എഫക്റ്റ് നടന്ന് സെക്കൻഡ് പൊസിഷനിൽ തന്നെ അറ്റാക്കിങ് റിയേജൻ്റ് വന്ന് അറ്റാക്ക് ചെയ്ത് അങ്ങനെ നടക്കുന്ന എഫക്റ്റിനാണ് നമ്മൾ +C എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് +C എഫക്റ്റ്. ഇതിപ്പോൾ -C എഫക്റ്റ് എന്തായിരിക്കും, നേരെ തിരിച്ചിട്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ഇതിപ്പം പ്ലസ് ആണല്ലോ. ആക്ച്വലി ഇവിടെ ഈ വരുന്ന അറ്റാക്കിങ് റിയേജൻ്റ് ചാർജ് ആക്ച്വലി ഇവിടെ പ്രധാനമാണ്. അത് എന്താണ് നമ്മളെ +C ആണോ -C ആണോ ഇതിലത് തീരുമാനിക്കും. എന്താണ് ഇതിപ്പോൾ നിങ്ങളിവിടെ നോക്കി നോക്കും, ഇവിടെ ഇപ്പോൾ ഇത് എക്സാമ്പിൾ നമ്മൾ വീണ്ടും ഇതിപ്പോൾ Br- ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ഇത് കാറ്റ് വന്ന് മ്യാക്കി ഡോഗിന് ഇഷ്ടപ്പെട്ടില്ല, ഡോഗ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ചാടിയപ്പോൾ സെക്കൻഡ് കാർബൺ തന്നെ ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു, CH2+, പിന്നെ സിംഗിൾ ബോണ്ട് CH2-1. ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ. എന്നിട്ട് എന്ത് ചെയ്ത് നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കും, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താണ് പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യില്ല, നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോസിറ്റീവ് റിപ്പൽ, അതേപോലെ നെഗറ്റീവ് റിപ്പൽ. എന്ത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുക, ഒന്നിക്കൽ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്റ്റ്. ഇത് ആക്ച്വലി ഫിസിക്സാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് അട്രാക്ട് ഇങ്ങനെ വരണം. എന്താണ് രണ്ടിന് ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നത്, പക്ഷേ എന്താണ് ഇതിവിടെ കയറൂലല്ലോ, എവിടെയാണ് പ്ലസ്സിലത് അവിടെയല്ലേ മൈനസിനോ ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്ത് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്ത് CH2 ഈ +- ഇവിടെ ന്യൂട്രലൈസ് ആയി, ഇവിടെ Br കയറി, ഇവിടെ CH2- നില CH2- ആയിട്ട് തന്നെ ബാക്കിയായി. ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എഫക്റ്റ് എവിടെ തന്നെയാണ് നടക്കുന്നത്. ഞാനൊരു റെഫറൻസിന് വേണ്ടിയിട്ട് എന്താണ് സെക്കൻഡ് കാർബണിലാണ് നമ്മൾ എഫക്റ്റ് നടക്കുന്നത്, ഒരു കാർബണിലാണ് ഈ പറയുന്ന എഫക്റ്റ് നടന്നിരിക്കുന്നത്. സെക്കൻഡ് കാർബൺ ദ എഫക്റ്റ് ടേക്സ് പ്ലേസ്. നമ്മൾ ഈ നെഗറ്റീവ് ചാർജ് വന്നത് സെക്കൻഡ് കാർബണിൽ തന്നെ, ഇവിടെ നെഗറ്റീവ് ചാർജ് സെക്കൻഡ് കാർബണിലാണ് വന്നത്, ഇവിടെ നെഗറ്റീവ് ചാർജ് സെക്കൻഡ് കാർബണിലാണ് വന്നത്. പക്ഷേ നമ്മൾ ബ്രോമിൻ അറ്റാക്കിങ് റിയേജൻറ്റ്, ഇതിന് അറ്റാക്കിങ് റിയേജൻറ്റ് എന്ന് പറയാം. അറ്റാക്കിങ് റിയേജൻറ്റ്. ഈ അറ്റാക്കിങ് റിയേജൻറ്റ് എങ്ങോട്ടാണ് വന്ന പ്ലേസ് ചെയ്തത്, ഫസ്റ്റ് കാർബൺ. അവിടെയാണ് വ്യത്യാസം. നമ്മളെ എവിടെയാണോ നെഗറ്റീവ് ചാർജ് വന്നത് അവിടെയല്ല ബ്രോമിൻ അറ്റാച്ച് ചെയ്ത്. ആ എഫക്റ്റ് നടന്ന സ്ഥലത്തേക്കല്ല നമ്മൾ അറ്റാക്കിങ് റിയേജൻറ്റ് വന്ന് അറ്റാച്ച് ചെയ്ത്, അതിൻ്റെ തൊട്ടപ്പുറത്തിലെ എന്താണ് കാർബണിലാണ് വന്നത്. നോട്ട് ഇൻ ദ സെക്കൻഡ് കാർബൺ ബട്ട് ഇൻ ദ ഫസ്റ്റ് കാർബൺ, ഫസ്റ്റ് പൊസിഷൻ. അതുകൊണ്ടാണ് നമ്മൾ എഫക്റ്റ് നടക്കുന്നത് ഒരു കാർബണിലും, പക്ഷേങ്കിൽ അറ്റാക്കിങ് റിയേജൻറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് വേറൊരു കാർബണിലാണെങ്കിൽ, അതിൻ്റെ തൊട്ടടുത്ത കാർബണിലാണെങ്കിൽ, മീൻസ് ദ പൊസിഷൻസ് of these two are same, these two are different, we say that is -C effect. മൈനസ് എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്, മുകളിലെത്തത് പ്ലസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എന്താണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം ഇവിടുത്തെ സംഭവം കോൺസ്റ്റൻ്റ്, ഇവിടുത്തെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇവിടെ നെഗറ്റീവ് ചാർജ്, സെക്കൻഡ് എക്സാമ്പിൾ നെഗറ്റീവ് ചാർജ്. അപ്പോൾ പിന്നെ ആര് വ്യത്യാസമായിരിക്കണം, ഈ വരുന്ന ആളെ ചാർജിലായിരിക്കും വ്യത്യാസം വരുന്നത്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും കൊണ്ടുപോയി ഇത് അറ്റാച്ച് ചെയ്യുക നെഗറ്റീവ് ചാർജ് തന്നെ മുകളിൽ. അപ്പോൾ നമ്മൾ പറയൂ എഫക്റ്റ് നടന്നത് സെക്കൻഡ് കാർബണിലാണ്, ഹൈഡ്രജൻ വന്ന് H+ വന്ന് അറ്റാക്ക് ചെയ്തത് സെക്കൻഡ് കാർബണിലാണ്. ഹെൻസ് വി ഗോട്ട് +C എഫക്റ്റ്.
ഇവിടെ എന്താ സ്ഥിതി, ഇവിടെ ഇത് പിന്നെയും കോൺസ്റ്റൻറ്റ്. നമ്മൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഷിഫ്റ്റായി, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. പക്ഷേ ബി ആർ മൈനസ് ആയതുകൊണ്ട് മൈനസ് ചാർജ് ഇല്ലാണ്ട് ഇയാൾ ഇങ്ങോട്ടേക്കാണ് വന്നത്, നമ്മളെ ഫസ്റ്റ് കാർബണിലാണ് വന്നത്. സോ വി സേ ദ എഫക്ട് ടേക്സ് പ്ലേസ് ഇൻ ദ സെക്കൻഡ് കാർബൺ ഇറ്റ് സെൽഫ്, അല്ല സെക്കൻഡ് കാർബൺ ഓൺലി, ബട്ട് ദ അറ്റാക്കിംഗ് റിയേജൻറ്റ് ഈസ് അറ്റാക്ക്ഡ് അല്ലെങ്കിൽ ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫസ്റ്റ് കാർബൺ. സോ ഡിഫറൻസ്. സോ വി സേ ദിസ് ഇസ് എന്താണ് മൈനസ് ഈ എഫക്റ്റ്. ഇതാണ് ബേസിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഡോഗ് ആൻഡ് ക്യാറ്റ് അറ്റാക്ക് എന്താണ്, പിന്നെ പ്ലസ് സി എഫക്റ്റും മൈനസ് സി എഫക്റ്റ്. ഇത് ആക്ച്വലി ഒരു എന്താണ് ടെമ്പററി എഫക്റ്റ് കൂടിയാണ്. എന്തുകൊണ്ട് ടെമ്പററി എഫക്റ്റ് എന്ന് പറയാൻ കാരണം, ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവും, ഈ റിയാക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കുക, ക്യാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോഗ് അറ്റാക്ക് ചെയ്യും, ക്യാറ്റ് ഇല്ലെങ്കിൽ ഡോഗ് അറ്റാക്ക് ചെയ്യൂല. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ്. ഓക്കെ, നമ്മൾ ഈ കലാമേഖലയിലെ അടുത്തൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഐറ്റമാണ് റെസൊണൻസ് എഫക്റ്റ്. പേഴ്സണലി ഇത് ഗ്ലാമറസ് തന്നെ പറയാൻ കാരണമുണ്ട്. അപ്പോൾ എന്താ, ഇതിനൊരു ഡെഫിനേഷൻ വായിക്കുവാണെങ്കിൽ, ദ ഫെനോമിനോൺ ഓഫ് റെസൊണൻസ് ഓക്കേഴ്സ് വെൻ എ മോളിക്യൂൾ ഹാവ് 2 or more Lewis structures which differ in position of electrons but not in the relative position of atoms. അപ്പോൾ വായിച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബേസിക്കലി ഞാനിപ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്ത്, നമ്മളെ കോമ്പൗണ്ടിൻ്റെ എപ്പോഴും ഇല്ല അതിൻ്റെ ഒരു എയിം എന്താ, ഒരു കോമ്പൗണ്ടിൻ്റെ എയിം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. കാരണം നമ്മളാണെങ്കിലും നമുക്കെപ്പോഴും സ്റ്റേബിളായിട്ട് ഇരിക്കാനായിരിക്കില്ല കൂടുതൽ താല്പര്യം, അല്ലാതെ അൺസ്റ്റേബിളായിട്ട് പെരാന്തൻ അതിനെ പോലെ ഓടാനായിരിക്കില്ലല്ലോ നമുക്ക് ഇഷ്ടം. നമുക്കെപ്പോഴും ഒരു സമാധാനപരമായിട്ട് ഒരു സ്ഥലത്ത് വളരെ സുഖസുന്ദരമായിട്ട് ഇരിക്കാനാണ് നമുക്കും ഇഷ്ടം. അതിനെയാന്ന് പറയുന്നത് നമ്മളെ ഈ മോളിക്യൂലിനും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടെ ഒരു ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോ കാറ്റയോൺ ഉണ്ട്. ഈ എന്താണ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജാണ് ബേസിക്കലി വന്നില്ല. ഞാൻ പറഞ്ഞ എന്താ, പോസിറ്റീവ് ചാർജ് ഇൻഡിക്കേറ്റ്സ് എ ലോസ് ഓഫ് എന്താണ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. അതായത് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ പോസിറ്റീവ് ചാർജിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ ഈ നെഗറ്റീവ് ചാർജ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്, ഗെയിൻ ഓഫ് 2 ഇലക്ട്രോൺസ്. ബേസിക്കലി ഒരു ബോണ്ട് നഷ്ടപ്പെടുന്നതാണ് പ്ലസ് ചാർജ്, ഒരു ബോണ്ട് എക്സ്ട്രേറ്റ് കിട്ടുന്നതാണ് എന്താണ് നമ്മളെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ഗെയിൻ ഓഫ് പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ എന്താ സ്ഥിതി, നമുക്കിവിടെ നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ആ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് പൊട്ടിപ്പോയിട്ട് എന്താണ് ഇവിടെ CH2 ഇവിടെ പ്ലസ് വന്നതാന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ ഇയാളിപ്പോൾ സ്റ്റേബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇയാൾക്കൊരു സഹായം എന്ന് പറയേണ്ടത്, ഇയാൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് കഴിയണം. പക്ഷേങ്കിൽ ഇയാൾ നോക്കുമ്പോൾ ഇയാൾ ഫ്രണ്ട് അത്ര ഹാപ്പി അല്ല. കാരണം എന്താണ്, തലേൻ്റെ മുകളിൽ കൊമ്പ് വന്ന പോലെ ഉള്ളത്. അപ്പോൾ ഇയാളെ സഹായിക്കേണ്ടിയിട്ട് ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും ഇത് ഡബിൾ ബോണ്ട്. ഇതൊരു പെർമനൻറ്റ് ആയിട്ടല്ല, പക്ഷെ എന്താണ്, ഇതൊരു തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ഇത്. അപ്പോൾ എന്ത് ചെയ്ത്, ഇതിപ്പോൾ അടുത്ത സ്ട്രക്ചറിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടുത്തെ ഡബിൾ ബോണ്ട് എന്തായി, ഇവിടുത്തെ സിംഗിൾ ബോണ്ടായി, ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ട് ഇവിടെ എന്തായി. അപ്പോൾ ഇവിടെ ഈ ചങ്ങായിക്ക് ഇപ്പോൾ 2 ഇലക്ട്രോൺ കിട്ടിയോണ്ട് ഞാൻ എന്തായി, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് ഇവിടെ വാനിഷായി, അത് ഡിസിപ്പിയർ ആയി, അതിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിലൈസ് ചെയ്ത്. പക്ഷേ അന്നേരം എന്ത് പറ്റി, ഇവിടെ അന്നേരം പ്രശ്നം പറ്റി. ഇതിങ്ങോട്ടേക്ക് പോയാലോ എന്താ, ഇവിടെ അന്നേരം ഗെയിൻ ഓഫ് ഇലക്ട്രോൺ കിട്ടി, അയാൾ ഇവിടെ സ്റ്റേബിളായി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ സിംഗിൾ ബോണ്ട് ആയപ്പോൾ അയാൾക്ക് എന്ത് ചെയ്ത്, 2 ഇലക്ട്രോൺ അയാൾ 2 ഇലക്ട്രോൺ സാക്രിഫൈസ് ചെയ്തിട്ട് തൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റി, നമ്മളെ ഈ ചങ്ങായിക്ക് 2 ഇലക്ട്രോൺ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയതുകൊണ്ട് ഇയാളെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്ന്. അപ്പോൾ എന്ത് ചെയ്ത്, നമ്മൾ ഈ ചങ്ങായി പറഞ്ഞു, എടാ എന്ന് പറയേണ്ടത് ഞാൻ ഹെൽപ്പ് ചെയ്തൊക്കെ കൊള്ളാം, പക്ഷേങ്കിൽ ഇനി ഇങ്ങനെ എന്താ പറയുക വിഷമത്തിലിരിക്കുന്ന എനിക്ക് കഴിയാനാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇയാൾ പിന്നെയും ഇങ്ങോട്ടേക്ക് ബോണ്ട് പിന്നെയും മറിക്കും. അപ്പോൾ എന്താവും, അതായത് ഈ ആരോ ഇങ്ങോട്ട് എന്താണ് ഡബിൾ ഹെഡഡ് ആരോ ആയത്. ഇത് ഇങ്ങോട്ടും ബേസിക്കലി സംഭവിക്കുന്നുണ്ട്, ഇങ്ങോട്ടും 2 ഡയറക്ഷനിലും ഇതിങ്ങനെ മാറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോണ്ട് എന്താ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തായി മാറി, ഇവിടെ പിന്നെയും എന്താണ് നമ്മളെ ഒരു ബോണ്ടായി, ഇവിടെ ഡബിൾ ബോണ്ടായി, ഇയാൾ പ്രശ്നം സോൾവ് ആയി. പക്ഷേ ഇയാൾ പിന്നെയും പ്രശ്നത്തിലായി. പിന്നെ എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങോട്ടേക്ക് കൊടുക്കും. എന്താണ് ബേസിക്കലി ഞാൻ പറയുന്നൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുവാണ്, ആയിക്കോട്ടെ, ഒരു ഓംലെറ്റ്. അന്നേരം ഓംലെറ്റ് ഞാൻ എന്താക്കി, ഞാൻ നേരെ നല്ല ചൂടോടില്ല ഓംലെറ്റ് എൻ്റെ കയ്യിൽ വെച്ചാലില്ലെന്താ പ്രശ്നം, എന്താ കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൈയിൻ്റെ അപ്പുറവും എന്തായത്, എനിക്കിപ്പോൾ ഇതെൻ്റെ വലത് കൈ, എൻ്റെ ഇടത് കൈയിലേക്ക് ഞാൻ മറിച്ചിട്ട് എന്താ പറയുക, കുറച്ച് നേരം ഒരു കൈക്ക് ഒരു ആശ്വാസം കിട്ടി. പക്ഷേ അപ്പോഴത്തേക്ക് ഇടത് കൈക്ക് എന്തായി, അവിടെ ചൂട് പിന്നെയും വന്നു. അപ്പോൾ ഇടത് കൈ എന്ത് ചെയ്ത് പിന്നെയും
അവിടെ എന്താ പറയേണ്ടത്, ഇനി എൻ്റെ കയ്യിലേക്ക് ഇട്ടതൊക്കെ കൊള്ളാൻ, പക്ഷേ ഇതെനിക്ക് നല്ലോണം ഇപ്പം ചൂടാവുന്നുണ്ട്. അയാൾ പിന്നെ നമ്മൾ ഇതല്ലേ ഇപ്പോൾ സ്ഥിരം ചെയ്യുന്ന, അങ്ങോട്ടിട്ട് പിന്നെ ഇങ്ങോട്ടിട്ട് അങ്ങനെ നമ്മൾ ആ ചൂടിനെ തണുപ്പിക്കാനല്ലേ ശ്രമിക്കുക. പെട്ടെന്ന് ഒരു ചൂടിലെ വസ്തുവെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മളെ കയ്യിലപ്പുറത്തേക്ക് മറിച്ച് ആ കയ്യിൽ നിന്ന് പിന്നെ ഇങ്ങനെ അപ്പോൾ എന്തായി ബേസിക്കലി ഇപ്പോൾ ഒരു കയ്യിൽ മാത്രമോ ഞാൻ ഈ ഓംലെറ്റ് വെക്കുവാണെങ്കിൽ എൻ്റെ കൈ മിക്കവാറും പൊള്ളിപ്പോവും. അല്ലെ വേറെ എന്തെങ്കിലും എന്താ പറയുക ചൂട് വെള്ളം പോലത്തെ സാധനം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലും ഈ മിക്കവാറും പൊള്ളിപ്പോവും. അതിൻ്റെ ഒരു എഫക്റ്റ് ഓർക്കേണ്ടിയിട്ട് ഞാൻ എൻ്റെ മറ്റേ കയ്യിൽ മറിച്ച് ഡയറക്റ്റ് എന്നല്ല, ഉടനടി എന്ത് ചെയ്ത് പിന്നെ ഇപ്പുറത്തെ കയ്യിലേക്ക് മറിച്ച് പിന്നെ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു. എനിക്കിപ്പം വേറെ എൻ്റെ വീട്ടിലെ ആൾക്കാരുണ്ടെങ്കിലോ ഞാൻ എൻ്റെ അമ്മ കൊടുത്ത്, അമ്മ എന്ത് ചെയ്ത് വേറെ വീട്ടിലെ അടുത്ത ഫാമിലി മെമ്പർ കൊടുത്ത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എന്താ കംപ്ലീറ്റ് അതിൻ്റെ എഫക്റ്റ് ന്യൂട്രലൈസാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ആ ഫാമിലി മെമ്പർ പിന്നെയും എൻ്റെ അമ്മക്ക് തന്നെ കൊടുത്ത്, എന്നിട്ട് ആ അമ്മ എന്ന് പറയേണ്ടത് എനിക്ക് പിന്നെയും ഓംലെറ്റ് ആണ്, ഞാൻ പിന്നെയും കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിഞ്ഞ് കളിച്ച് അല്ല തിരിച്ചു മറിച്ച് വിട്ട്. അപ്പോൾ ബേസിക്കലി എന്താ, ഇതാണ് ബേസിക്കലി റെസനൻസിൽ നടക്കുന്നത്. എന്താണ് ഓംലെറ്റ് പോലെ തന്നെ എന്താണ് ഈ ചങ്ങയ്ക്ക് ഇപ്പോൾ ഇടങ്ങാറായിട്ടില്ല, എൻ്റെ എന്ന് പറയേണ്ടത് കയ്യിൽ ചൂടിലെ ഒരു വസ്തു കിട്ടിയ പോലെ ഇപ്പോൾ ചങ്ങ ഇല്ലത് ഇടങ്ങാറായിട്ടില്ല ഇത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് ഒന്ന് ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുത്ത്, അപ്പോൾ ഇവിടെ ഇത് റെഡിയായി, ഈ ചങ്ങ റെഡിയായി. പക്ഷേ ഇവിടെ എന്തായാലും ഈ ചങ്ങ പിന്നെയും ഇടങ്ങാറായി, അപ്പോൾ പിന്നെയും അങ്ങോട്ടേക്ക് മറിച്ച് കൊടുത്തു. ഇതെല്ലാം പെട്ടെന്നായിട്ട് സ്പീഡായിട്ട് ഇൻസ്റ്റൻ്റ് ഓഫ് എ സെക്കൻഡിൽ നടക്കുന്ന പ്രോസസ്സാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡബിൾ ഹെഡഡ് ആരോ ഇടാൻ കാരണം ഇത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിന്ന് പോകുന്നില്ല. കാരണം ഇയാൾ ഇടങ്ങാറായിട്ടില്ല ഇത്, അപ്പോൾ പിന്നെ ഇയാളെ പിന്നെയും സഹായിക്കണം. അതാണ് കയ്യിൽ അപ്പുറത്ത് മറിച്ചിട്ട് ഇപ്പുറത്ത് മറിച്ചിട്ട് വേറെ ആൾക്ക് കൊടുത്ത്, അയാൾ വേറെ ആൾക്ക് കൊടുത്ത്, അയാൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു തന്ന് പിന്നെയും എനിക്ക് തന്നെ എത്തി, ഞാൻ പിന്നെയും എൻ്റെ അപ്പുറത്തെ കയ്യിലിട്ട് ഇപ്പുറത്തിട്ട് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന പ്രോസസ്സാണ് റെസനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് റെസനൻസിൻ്റെ ബേസിക് ആയിട്ട്. ഇതിൽ കുറച്ച് ടൈപ്സ് ഓഫ് റെസനൻസ് വരുന്നുണ്ട്. അതിൽ ഏതാണെന്നില്ല ഫസ്റ്റ് നോക്കാം. എന്താണ് ഡബിൾ ബോണ്ടിൻ്റെ പോസിറ്റീവ് ചാർജ്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ കണ്ട കേസിന് അപ്പോൾ എന്ത് ചെയ്ത് ഈ പോസിറ്റീവ് ചാർജിന് ഇപ്പോൾ എന്താണ് ചൂടിൽ ഓംലെറ്റ് കൈ കിട്ടിയ പോലെ അല്ലേ ഇത്. അപ്പോൾ എന്ത് ചെയ്ത് ഇയാൾ ഇങ്ങോട്ടേക്ക് ബോണ്ട് കൊടുത്ത്, അപ്പോൾ എന്തായി ഇവിടെ ചങ്ങായി ഹാപ്പിയായി, ഇവിടെ ഒരു ഡബിൾ ബോണ്ടായി. ഇവിടെ ചങ്ങായിൻ്റെ പ്രശ്നം എന്താണ്, ആ ചൂടിലെ മുട്ടേൻ്റെ പ്രശ്നം ശരിയായി. പക്ഷെ എന്താ ഇവിടെ ഇപ്പോൾ ഇയാളെ കയ്യിലിപ്പോൾ മറ്റേ ചൂടിൽ ഓംലെറ്റ് വന്ന്, അപ്പോൾ എന്ത് ചെയ്ത് ഇയാൾ പിന്നെയും ഇങ്ങോട്ടേക്ക് ഇത് കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ ഈ പറയുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക്, ഇവിടെ ഡബിൾ ബോണ്ട് വന്ന്, ഡബിൾ ബോണ്ട് ബ്രേക്ക് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് അങ്ങോട്ടേക്ക് പോയി എന്താണ്, പിന്നെ ഇവിടെ പിന്നെയും പോസിറ്റീവ് ചാർജ് വന്ന് ഇയാൾ പിന്നെയും അങ്ങോട്ടേക്ക് കൊടുത്ത്, അപ്പോൾ ഈ സ്ട്രക്ചറായി മാറി. ഇയാൾ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് പിന്നെയും മറിച്ച് പിന്നെയും ഈ സ്ട്രക്ചറായി മാറി. അങ്ങോട്ട് പോകുന്നു ഫുള്ള് തിരിഞ്ഞു മറിഞ്ഞും കളി തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ. അതാണ് ഞാൻ ഈ ഡബിൾ ഹെഡഡ് ആരോ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്നത്. ദിസ് റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഡയറക്ഷൻ എന്താണ് ഓൾസോ. അടുത്ത ഇതാണ് ടൈപ്പാണ് ഡബിൾ ബോണ്ട് ആൻഡ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഒരു കഥ. നെഗറ്റീവ് ചാർജിൽ എന്താ സംഭവിക്കുന്നത്, നെഗറ്റീവ് ചാർജിൽ ഇയാൾക്ക് ഇതിപ്പോൾ എക്സ്ട്രാ പെയർ ഓഫ് എന്താണ്, കാരണം ഇതിപ്പോൾ സ്റ്റേബിൾ ഒന്നുമല്ല, കാരണം എന്ന് പറയേണ്ടത് ഇതൊരു ആനിയോണിക് ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് ഇയാളൊന്ന് സ്റ്റേബിൾ ആക്കേണ്ടിയിട്ട് ഇയാൾ ഇങ്ങോട്ടേക്ക് ബോണ്ട് കൊടുത്ത്, അപ്പോൾ തന്നെ എന്ത് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ഈ ഇലക്ട്രോൺസ് വന്നുകൊണ്ട് ഇവിടുത്തെ ബോണ്ട് ഇപ്പോൾ ഡബിൾ ബോണ്ടായി, ഇവിടെ സിംഗിൾ ബോണ്ടായി. പിന്നെ ഇവിടെ ഈ ഡബിൾ ബോണ്ട് എക്സ്ട്രേറ്റ് രണ്ട് ഇലക്ട്രോൺ കിട്ടിയോണ്ട് ഇവിടെ എന്ത് വന്നു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്ന്. അപ്പോൾ പക്ഷെ എന്താ ഇപ്പോൾ ഇയാൾ അൺസ്റ്റേബിളായി. അപ്പോൾ പിന്നെ ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങോട്ടേക്ക് എന്താ പറയുക എടാ എന്ന് പറയേണ്ടത് ഇതിൻ്റെ എക്സ്ട്രേറ്റിലെ ഇലക്ട്രോൺ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ പിന്നെ ഇങ്ങോട്ടേക്ക് ചാടും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡബിൾ ബോണ്ട് പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യും മാറി, ഇവിടെ പിന്നെയും നെഗറ്റീവ് ചാർജ് വന്ന് ഈ ഒരു എന്താ പറയുക നെഗറ്റീവ് ചാർജ് ഇവിടെ താഴെ വന്നിട്ട് ഇവിടെ പിന്നെയും ഡബിൾ ബോണ്ടായി മാറി. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഓംലെറ്റ് അങ്ങോട്ട് എറിഞ്ഞ് എന്താ പറയുക ഓംലെറ്റ് ഇങ്ങോട്ട് എറിഞ്ഞ് കഥ ശുഭാപ്തിയായി. അടുത്തതാണ് ഡബിൾ ബോണ്ട് ആൻഡ് ലോൺ പെയർ. ഇതിൻ്റെ ഒരു ഏകദേശം കളി എങ്ങനെ നടക്കുന്നില്ലത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, ഈ ലോൺ പെയർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന സംഭവമല്ല. ഇതും പിന്നെ എന്ത് ചെയ്ത് അൺസ്റ്റേബിൾ ആയിട്ട് ഇങ്ങോട്ടേക്ക് പോയി, ഇയാൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പോൾ എന്താ ഈ പറയുന്ന ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺ പോയോണ്ട് ഇവിടെ എന്താ ഒരു പ്ലസ് ചാർജ് വന്ന്, രണ്ട് ഇലക്ട്രോൺ പോയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞല്ലോ പെയർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഇറ്റ് ഗെയിൻസ് എ പോസിറ്റീവ് ചാർജ്. എന്താ ഈ ബോണ്ട് ഇവിടെയുള്ള രണ്ട് ഇലക്ട്രോൺ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോർമായി. പിന്നെ അതേപോലെ ഈ പറയുന്ന എടുപ്പിയത് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്ന്. ഇപ്പോൾ എന്താ ഇയാൾ അൺഹാപ്പി ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്ത് ഇയാളെ പിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടിയിട്ട് ഇയാൾ ഇത് ഇങ്ങോട്ടേക്ക് വന്ന് ഈ ബോണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്തായി ഈ പറയുന്ന രണ്ട് ലോൺ പെയർ ഇയാൾക്ക് തിരിച്ച് കിട്ടി. എന്താണ് ഇവിടെയില്ല ഡബിൾ ബോണ്ട് പിന്നെയും ക്രിയേറ്റായി. അതാണ് തിരിഞ്ഞും മറിഞ്ഞും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഡബിൾ ബോണ്ട് ആൻഡ് ഓഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരൊറ്റ ഇലക്ട്രോൺ. ഇവിടെ ഇപ്പം ബേസിക്കലി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇപ്പോൾ 2 ഇലക്ട്രോൺ നിങ്ങൾ കാണുന്നത്. ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങോട്ടേക്ക് വരും, അതേപോലെ ഇയാൾ ഇങ്ങോട്ടേക്ക് വരും. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടി. അപ്പോൾ എന്ത് സംഭവിച്ച്, ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ചേർന്നിട്ട് ഇവിടെ എന്തായി, ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ആയി. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ആയി. അതേപോലെ ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ പോയിട്ട് എന്താ, ഇവിടെ ഒരു ഇലക്ട്രോൺ വന്ന് ഓഡ് ഇലക്ട്രോൺ. അപ്പോൾ എന്താ, ഇതിപ്പോൾ ഇയാളിപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടല്ല, അതിപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇത് നമ്മൾ സെയിം പ്രോസസ്സിന് ഇവിടെ 2 ഇലക്ട്രോൺ അല്ലേ, ഇത് ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് ചാടി, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്ന്, ഇവിടെയില്ല ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്ന്, അപ്പോൾ എന്തായി, ഇവിടെ ഡബിൾ ബോണ്ട് വന്ന്. അതേപോലെ ഇതിൻ്റെ മുകളിൽ പിന്നെയും ഈ പറയുന്ന ഇതിപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിട്ട് പിന്നെയും ഈ പറയുന്ന ഒരു ഓഡ് ഇലക്ട്രോൺ ഇവിടത്തേക്ക് വന്ന്, അങ്ങനെ എന്ത് ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞും അവസാനം എന്താ, ആ റെസൊണൻസ് അങ്ങനെ തന്നെ തിരിഞ്ഞും കളിക്കും. ഇത് തീർന്നിട്ടില്ല, ഇനിയും ഒരു 2 എണ്ണം കൂടിയുണ്ട്. ഏകദേശം പ്രോസസ്സ് ചെയ്യും തന്നെ, തിരിഞ്ഞും മറിഞ്ഞും കളി തന്നെ ഇവിടെ നടക്കുന്നത്. ഡബിൾ ബോണ്ട് ഇവിടെ എന്തെങ്കിലും കാണുന്ന 2 ഡബിൾ ബോണ്ട് എന്നുള്ള പ്രത്യേകത ഇവിടെ ഇല്ലത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്, എന്താ പറയേണ്ടത്, ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഇയാൾ നേരെ ഇങ്ങോട്ടേക്ക് ചാടി. അപ്പോൾ എന്താ, ഇവിടെ ഒരു സംഭവിക്കും, ഇവിടെ ഒരു ഡെഫിഷ്യൻസി സംഭവിക്കുന്നുണ്ട്. ഇവിടെ നേരം എന്താ, ഇവിടെ ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പ്ലസ് ചാർജ് നിങ്ങൾ മനസ്സിൽ കരുതുക, ഇവിടെ ഇപ്പോൾ ഒരു പ്ലസ് ചാർജ് ഇങ്ങനെ ഫോർമായി വരുന്നുണ്ട്. ഒരു പ്ലസ് ചാർജ് ഇങ്ങനെ ഇവിടെ ഫോർമായി വരുന്നുണ്ട്. അപ്പോൾ അതിനെ തടി വേണ്ടിയിട്ട് എന്താണ്, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇവിടുന്ന് ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ചാടി. അപ്പോൾ എന്താ സംഭവിച്ചത്, നിങ്ങളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വന്ന് ഈ നടുക്കത്തെ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറി. പിന്നെ ഇവിടെ നിന്നല്ലേ നമ്മൾ ഇലക്ട്രോൺ ചാടി, ഫസ്റ്റത്തെ കാർബണിൻ്റെ ബോണ്ട് എന്നല്ല ചാടി. അപ്പോൾ എന്താ, ഇവിടെ ഒരു പ്ലസ് ചാർജ് വന്ന്. ഇപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ സ്റ്റേബിലൈസ് ആക്കുക, ഈ ചങ്ങായി എന്ത് ചെയ്ത് നമ്മൾ താഴോട്ടേക്ക് തന്നെ ഇറങ്ങി. പിന്നെന്താ ഇത്, ഈ ഡബിൾ ബോണ്ട് നടുക്കിലെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പോൾ എന്താ, ഇവിടുത്തെ ഇല്ല ഡബിൾ ബോണ്ട് ഇവിടെ റീസ്റ്റോറായി. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് എന്താ, ഇവിടെ ഡബിൾ ബോണ്ട് വന്ന് പിന്നെ ഇവിടുത്തെ ആ പ്ലസ് ചാർജ് ഇവിടെ പ്ലസ് ആയിരുന്നില്ല, അത് ഇവിടെ എന്താ, ഈ പ്ലസ് ചാർജ് പിന്നെയും ന്യൂട്രലൈസ് ആയി. അതാണ് ഡബിൾ ബോണ്ട്. അതേപോലെ പോസിറ്റീവ് ചാർജ് ആൻഡ് ലോൺ പെയർ നമ്മൾ സ്ഥിരം കഥ തന്നെ. ഇതിപ്പം പോസിറ്റീവ് ചാർജ് ഇല്ല സമയത്ത് എന്താ, ഇയാളല്ലേ ന്യൂട്രലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്ത്, ഈ ഓക്സിജന് കുറച്ചൊരു വിശാല മനസ്കത ഇല്ലോണ്ട് എന്ത് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ട് വലിച്ചു കൊടുത്ത്. അപ്പോൾ എന്ത് സംഭവിച്ച്, ഇവിടെ ഇപ്പോൾ ഓക്സിജൻ്റെ മുകളിൽ 2 ഇലക്ട്രോൺ പോയ സ്ഥിതിക്ക് ഇവിടെ ഒരു പ്ലസ് ചാർജ് വന്ന്, പോസിറ്റീവ് ചാർജ് ഓബ്വിയസ്ലി. അപ്പോൾ നമ്മൾ എന്തായി, ഇവിടെ ഡബിൾ ബോണ്ട് വന്ന് നമ്മളെ ഈ പറയുന്ന CH+ എന്നുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ട്. പക്ഷേ ഇപ്പോൾ ഓക്സിജൻ ഹാപ്പിയാണോ, ഓക്സിജൻ ഹാപ്പിയല്ല. അപ്പോൾ എന്ത് ചെയ്ത്, ഇയാൾ എന്താ പറയേണ്ടത്, എൻ്റെ വിശാല മനസ്കതെല്ലാം അങ്ങ് മറന്നേക്ക്, ഞാൻ എൻ്റെ ഇലക്ട്രോണെ തിരിച്ച് വലിക്കുന്നതെന്നും പറഞ്ഞിട്ട് തിരിച്ച് എടുക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇയാൾ എന്താ ചെയ്യുക, ആ ബോണ്ട് പിന്നെയും തിരിച്ച് വലിച്ച്. അപ്പോൾ എന്തായി, ഇതിൻ്റെ മുകളിൽ പിന്നെയും ആ പറയുന്ന നെഗറ്റീവ് ചാർജ് വന്ന്, അല്ല ലോൺ പെയറിൻ്റെ ആ ഒരു ചാർജ് വന്ന്, ഈ പറയുന്ന ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ പോയ സ്ഥിതിക്ക് ഇയാളെ മുകളിൽ പിന്നെയും എന്ത് വന്ന്, ഈ പറയുന്ന പ്ലസ് ചാർജ് വന്ന്. ദിസ് അഗെയിൻ റീസ്റ്റോർസ് ഇറ്റ്സ് ലോൺ പെയർ ആൻഡ് ദിസ് അഗെയിൻ ബിക്കംസ് പോസിറ്റീവ് ചാർജ്. ഇത് തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ബേസിക്കലി റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഇവിടെ തീരും. എന്താണ്, ഇതിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ പറയുന്നത് ഷുഡ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഓൺലി ഇൻ പൊസിഷൻസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ പൊസിഷൻസിലാണ് വ്യത്യാസം വരേണ്ടത്. അതേപോലെ എന്താ, റിലേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഷുഡ് ബി സെയിം. ഇതിൻ്റെ ഒരു റിലേറ്റീവ്, ഈ ആറ്റങ്ങൾക്കിടയിലുള്ള ആ റിലേറ്റീവ് അറേഞ്ച്മെൻറ്റും പിന്നെ അതിൻ്റെ പ്ലെയിൻ ഓഫ് സിമെട്രി ഏകദേശം സെയിം ആയിരിക്കണം. എല്ലാം അതിലൊരു എന്താ പറയേണ്ടത്, തിരിഞ്ഞും മറിഞ്ഞും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾ കോൺട്രിബ്യൂട്ടിങ് സ്ട്രക്ചേഴ്സ്. അതായത് ഇതിനെല്ലാം പറയുന്ന ഈ കാണുന്ന ഇത്, അതേപോലെ ദിസ് വൺ അവിടെ പോയി ദിസ് വൺ ഇതെല്ലാം ഇതിനെ പറയുന്ന പേരാണ് ഒന്നിക്ക് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. എല്ലാം ബേസിക്കലി സെയിം അർത്ഥമാണ്. നമ്മൾ ഇതിന്ന് റെസൊനൻസ് വഴി കിട്ടിയ സ്ട്രക്ചേഴ്സിനെയാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, ഓർ മറ്റേതിൻ്റെ പേരുന്നതിനും കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ്, ഓർ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് പറയുകയാണെങ്കിൽ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സിന്, ഈ റെസൊനൻസ് വഴി കിട്ടുന്ന സ്ട്രക്ചേഴ്സ് ഷുഡ് ഹാവ് സെയിം ഓർ നിയർലി സെയിം എനർജി. ഇതിനില്ല എനർജീൻ്റെ ഏകദേശം സെയിം, അല്ലെങ്കിൽ എന്ന് പറയേണ്ടത് നിയർലി സെയിം എനർജി ആയിരിക്കണോ ഈ കിട്ടുന്ന സ്ട്രക്ചറിനും. അതേപോലെ ഈ സ്ട്രക്ചറിനും ഇതിനൊക്കെ എന്തായിരിക്കണം, ഇവിടെ ഇതൊക്കെ എന്തായിരിക്കണം, ഓൾമോസ്റ്റ് സെയിം എനർജി ആയിരിക്കണം. പിന്നീടൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എത്രത്തോളം കൂടുന്നോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ. ഇതിപ്പോൾ ഞാൻ ഒരു
എനിക്ക് സ്ട്രക്ചറെ വരയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 1 2. ഇത് എന്ന് പറയേണ്ടത് ഇതിൽ ഏതാണ് റിയൽ സ്ട്രക്ചർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത്. കാരണം എന്ന് പറയേണ്ടത് ഞാനിപ്പോൾ ഓംലെറ്റ് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ എന്നാൽ എനിക്ക് പറയാം ഓംലെറ്റ് ഇസ് ഇൻ മൈ റൈറ്റ് ഹാൻഡ്. പക്ഷേ ഞാൻ എന്ത് ചെയ്ത് കൈ ചൂടില്ലോണ്ട് എൻ്റെ ഇടത്തെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിലേക്ക് മറിച്ച്, ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് പിന്നെയും റൈറ്റ് ഹാൻഡിലേക്ക് മറിച്ച്, പിന്നെയും ലെഫ്റ്റ് ഹാൻഡിലേക്ക് മറിച്ച്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുക ഇതെൻ്റെ ഒന്നിക്കൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അല്ല എൻ്റെ റൈറ്റ് ഹാൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ മിക്സ്ചർ ബിറ്റ്വീൻ ദ ഓംലെറ്റ് ബീങ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് ആൻഡ് മൈ ലെഫ്റ്റ് ഹാൻഡ്. അത് ലെഫ്റ്റ് ഹാൻഡിലും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം റൈറ്റ് ഹാൻഡിലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് ശരി എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ദിസ് ആൻഡ് ദിസ്. അപ്പോൾ എന്താ അപ്പോൾ ഈ രണ്ടും എന്താണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സാണ് ഇതിൽ. ഇത് ചിലപ്പോൾ നമുക്ക് എന്താണ് വലിയ വലിയ കോമ്പൗണ്ടിലെല്ലാം ആകുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് ചിലപ്പോൾ ഇതിലും കൂടുതൽ ചിലപ്പോൾ എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഒരു ആറോ ഇട്ടിട്ടല്ലോ ഇതിപ്പോൾ വേറൊരു എക്സ് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ വരച്ച് പിന്നെ അത് വേറെ ഇൻ റെസനൻസ് വിത്ത് എനർ വൈ എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ ഈ പറയുന്ന റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമ്പർ ഓഫ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. എത്രത്തോളം നമുക്ക് ആ പറയുന്ന ഒരു ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് ഒന്നിക്കലൊരു നെഗറ്റീവ് ചാർജ് അല്ലെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഒരു ലോൺ പെയർ എന്തെങ്കിലും ആയിരിക്കും നമ്മളെ മോളിക്യൂലിനെ അടുങ്ങാറാക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് എത്രത്തോളം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്താ പറയേണ്ടത് റൈറ്റും ലെഫ്റ്റും എന്ന് പറയാം, ഞാൻ എൻ്റെ കൈകൾ ഉപയോഗിച്ചിട്ട് ഓംലെറ്റിനെ തിരിച്ചും മറിച്ചിടുന്നത് എന്ന് പറയേണ്ടത് എനിക്ക് നല്ല കാര്യം തന്നെ, എനിക്ക് സ്റ്റെബിലിറ്റി തരുന്നുണ്ട് അത്. പക്ഷേ എനിക്ക് അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാനിപ്പോൾ എൻ്റെ ഈ കയ്യിലില്ല ഓംലെറ്റ് എൻ്റെ അമ്മ കൊടുത്ത്, പിന്നെ അയാൾ വേറെ ആൾക്ക് കൊടുത്ത്, പിന്നെ ഒരു 5-8 ആൾ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് എൻ്റെ അടുത്തൊക്കെ പിന്നെയും തിരിച്ചു വരുന്നെങ്കിൽ എനിക്ക് അത്രയും നേരം എന്താ പറയുക 8 ആൾക്ക് കൊടുത്ത അത്രയും നേരം എനിക്ക് വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ല എന്താ പറയുക വേറെ പ്രത്യേകിച്ച് ചൂടൊന്നും അനുഭവിക്കേണ്ടിയിരുന്നോട്. അതാ പറഞ്ഞത്. ഇഫ് ഐ ഹാവ് മോർ നമ്പർ ഓഫ് പീപ്പിൾ ടു ട്രാൻസ്ഫർ ദാറ്റ് ഓംലെറ്റ്, ട്രാൻസ്ഫർ ദാറ്റ് എഫക്റ്റ് എന്താണ് എനിക്ക് അത്രത്തോളം സ്റ്റെബിലിറ്റി കിട്ടും. പക്ഷെ എന്താ ഇപ്പോൾ വേറെ ആരും ഇല്ല എൻ്റെ മുമ്പിൽ, എനിക്ക് ജസ്റ്റ് എൻ്റെ 2 കൈ മാത്രമേ ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂട് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. മീൻസ് സ്റ്റെബിലിറ്റി വരും, പക്ഷേങ്കിൽ എന്താണ് അത് ഒരു ചെറിയ എഫക്റ്റത്തേക്ക് മാത്രമേ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്പർ ഓഫ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞതോട് കൂടിയിട്ട് ദാറ്റ് എൻഡ്സ് the glamorous topic resonance effect.